സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടുക്കിയിൽ കളനിറയാൻ UDF സ്ഥാനാർത്ഥി റോയി കെ പൗലോസ് 100% ആത്മവിശ്വാസമുണ്ടെന്നും ജനങ്ങളെ വഞ്ചിക്കുന്ന സർക്കാരിനെതിരായ വിധിയെഴുത്താകും ഇതെന്നും റോയി കെ പൗലോസ് പറഞ്ഞു. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും റോയി കെ പൗലോസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി റോയി കെ പൗലോസ് ആണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. അതായത് നീണ്ട കാത്തിരിപ്പായിരുന്നു, ഒടുവിൽ പ്രഖ്യാപനം വന്നു, ഇടുക്കിയിൽ മത്സരിക്കുകയാണ്. എന്താണ് പ്രതീക്ഷകൾ? വലിയ വിജയമായിരിക്കും UDFനെ സംബന്ധിച്ച് ഇടുക്കി നിയമമണ്ഡലത്തിലുണ്ടാകും. ജില്ലയിൽ മൊത്തത്തിലുണ്ടാകും. 5 നിയോജകമണ്ഡലം UDF ജയിക്കും. അതിൽ നല്ല റിസൾട്ട് തന്നെ ഇടുക്കിയിലും ഉണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി അതിനിടെ കുറേ തർക്കങ്ങളുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുണ്ട്, ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു തിരിച്ചടിയാകുമോ തെരഞ്ഞെടുപ്പിൽ? സ്ഥാനാർത്ഥി പ്രഖ്യാപനമല്ല സത്യത്തിൽ വൈകിയത്. ഞങ്ങളാരും സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും വളരെ അഡ്വാൻസ് ചെയ്ത് വരുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരു മുൻ മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇടുക്കിയിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഭൂരിപക്ഷം കുറവാണല്ലോ, ഇടുക്കി പിടിച്ചെടുക്കാനുള്ള പ്രതീക്ഷയുണ്ട് ഇത്തവണ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹായത്തിലല്ലേ റോഷി 4 പ്രാവശ്യം MLA ആയത്. ഞങ്ങളല്ലേ അദ്ദേഹത്തെ MLA ആക്കിയത്. ഞങ്ങളല്ലേ അദ്ദേഹത്തെ വിജയിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ ജനങ്ങൾ തന്നെ അദ്ദേഹം മാറണമെന്ന്, അദ്ദേഹത്തോടുള്ള വ്യക്തിവിരോധം ആണെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി LDFൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇടുക്കിയിലെ കർഷകർക്കെതിരായിട്ട് സ്വീകരിച്ച നിലപാടുകൾ അവിടുത്തെ ആളുകൾ അംഗീകരിക്കത്തില്ല. ഇടുക്കിയിൽ വികസനം മുരടിപ്പാണെന്നൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രചരണത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളിലും മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചരണവുമല്ലാതെ എന്താ അവിടെ നടക്കുന്നത്? ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ്റെ തലേൻ്റെ ദിവസം 10,000 കോടി രൂപയുടെ പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമുണ്ടോ? 18,000 കോടിയുടെ പാക്കേജ് അവിടെ കിടക്കുന്നു. 23 കോടിയാണ് എന്നിട്ട് ചിലവഴിച്ചിട്ടുള്ളൂ. 18,000 കോടി അവിടെ കിടക്കുന്നു, 23 കോടി അവിടെ കിടക്കുന്നു. ഇതുപോലത്തെ തട്ടിപ്പ് നടത്താൻ ഇവരെ കൊണ്ടല്ലാണ്ട് വേറെ ആർക്കെങ്കിലും കഴിയുമോ? ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കത്തില്ലേ? നിലവിലിപ്പോൾ സാഹചര്യം അനുകൂലമാണ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് കൈപ്പത്തി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി വരുന്നത്. അതിൻ്റെ പ്രതീക്ഷകൾ ഇടുക്കി കൂടെ നിൽക്കുമോ? തീർച്ചയായിട്ടും ജില്ലയിലെമ്പാടും നിയമമണ്ഡലത്തിലെമ്പാടും അതിൻ്റെ ഒരു വലിയ സന്തോഷം കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും UDFൻ്റെ പ്രവർത്തകർക്കും ഉണ്ടായിട്ടുണ്ട്. ആ ആവേശം വരും ദിവസങ്ങളിൽ നിങ്ങൾക്കെല്ലാം ബോധ്യമാകും. ഈ ഇടുക്കി സീറ്റുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസുമായിട്ടൊരു പ്രശ്നമുണ്ട്. അവർ വർഷങ്ങളായിട്ട് അവർക്കൊരു വൈകാരിക ബന്ധമുള്ളൊരു മണ്ഡലമായിരുന്നു ഇടുക്കി. അപ്പോൾ പല നേതാക്കളും പരസ്യമായി രംഗത്ത് വന്നിരുന്ന് വിട്ടുകൊടുക്കുന്നതിനെതിരെ. അപ്പോൾ അതൊരു തിരിച്ചടിയാകുമോ? ഒന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ മുഖ്യ അജണ്ട പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പരസ്പരം പല വിട്ടുവീഴ്ചകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ സീറ്റുകൾ മറ്റ് ഘടകകക്ഷികൾ കൊടുത്തിട്ടുണ്ട്. വിജയിച്ചെത്തുവാണെങ്കിൽ ഇടുക്കിയിൽ താങ്കളുടെ വീക്ഷണം, ഇടുക്കിയിൽ എന്തൊക്കെ വികസനങ്ങൾ, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇടുക്കി പുറകോട്ട് നിൽക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടുത്തെ ലാൻഡ് ഇഷ്യൂസ് തന്നെയാണ്. കർഷകരുടെ പ്രശ്നങ്ങളാണ്. ആ കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കും. ഇനിയും പട്ടയം കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. പട്ടയം കിട്ടിയവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ പറ്റാത്തതുണ്ട്. നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ആ വന്യജീവി ആക്രമണം തടയാൻ പറ്റാത്ത ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. വലിയ ഭൂരിപക്ഷത്തിനെ വിജയിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ നേരിടുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഉയർത്തിക്കാട്ടിയാണ് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടുക്കിയിൽ നിന്ന് സനിൽ ഇളമ്പച്ചിക്കൊപ്പം ജോയി മൻ ജോസ്, ന്യൂസ് മലയാളം.